ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ? എന്തായാലും കേരളത്തിലല്ലാന്ന് പിടികിട്ടി കാണുമല്ലേ? ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സിനിമ ഏതാണെന്ന് ഞാൻ പറയട്ടെ, അല്ലേ നിങ്ങൾ പറ? പിടികിട്ടിയല്ലേ? നമ്മുടെ സ്വന്തം തേന്മാവിൻ കൊമ്പത്ത്. ഇത് നമ്മുടെ ഗുണ്ടൽപേട്ട്, മൈസൂരിലേക്ക് വയനാടിൽ നിന്ന് പോകുന്ന വഴിക്കാണ് ഇത് കാണുന്നത്. ഈ റോഡുള്ളത് ഇത് കണ്ടില്ലേ? സാധാരണക്കാരായ ജനങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ അവരെ കടകളിലോട്ടൊക്കെ പോകുന്നതും, പിന്നെ ഈ ചേട്ടൻ ബൈക്ക് നമ്മുടെ പെട്ടി ഓട്ടോറിക്ഷയെ കയറ്റി കൊണ്ടുപോകുക, റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുന്ന ഞാൻ തോന്നുന്നു. ഇത് കണ്ടിട്ട് പിള്ളേർക്ക് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. എനിവേ ഇതൊക്കെ കണ്ടപ്പോൾ സോ ഫണ്ണി ആയിട്ട് തോന്നി. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കണ്ട് പരിചയമുള്ള നമ്മുടെ സൂര്യകാന്തി പാടം ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഈ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തണുത്ത കാറ്റുണ്ട് ഇതിലേ കൂടി അടിക്കാൻ വേണ്ടിയിട്ട്. ആ മല കണ്ടോ, അങ്ങ് ദൂരെ കാണുന്ന മല, അവിടെ നിന്ന് വരുന്ന കാറ്റായിരിക്കും. എന്തോ ഒരു ഫീലാണെന്നറിയാവോ? ഈ സൂര്യകാന്തി പെണ്ണുങ്ങളൊക്കെ കണ്ടില്ലേ, സൂര്യന് നേരെ തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, സുന്ദരി മണികളായിട്ട്. കണ്ടാലും പറഞ്ഞാലും നമുക്ക് മതിയാവാത്ത ഒരു പ്രത്യേക സ്ഥലമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് എപ്പോഴും വെക്കേഷന് പോലും ഞങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ്. സൂര്യകാന്തി പാടങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പല റോഡിൻ്റെ രണ്ട് സൈഡിലും പല പല കൃഷികളുണ്ട്. അതിൻ്റെ അകത്തൊന്ന് ഞങ്ങൾ കണ്ടതാണ് അമരച്ചെടി. ഈ അമരച്ചെടിക്കകത്ത് ഒരു വെളുത്ത പൂണ്ട്, അതിൻ്റെ അമരക്കായ ഉണ്ടായി വരുന്നതെന്ന് തോന്നുന്നു. അതിനൊരു ചെറിയ നല്ല മണമുണ്ട്, ഒരു സുഗന്ധം, ഒരു മന്ദമാരുതം കൊണ്ടുവരുന്ന ഒരു സുഗന്ധമുണ്ട് അതിനും. പിന്നെ ഈ കാണുന്ന നമ്മുടെ നാടിൻ്റെ സ്വന്തം അന്യം നിന്നുകൊണ്ട് പോകുന്ന നെൽകൃഷി. ഇത് കണ്ടു കഴിയുമ്പോണ്ടല്ലോ, നമ്മൾ ആ പണ്ട് ഈ പാടത്തു കൂടിയെല്ലാം ഓടി കളിച്ച ആ ഒരു ഓർമ്മയും നമുക്ക് അതിൻ്റെ അതോടെ ഇറങ്ങി ഓടാൻ തോന്നും. സത്യം പറഞ്ഞാൽ അതുപോലെ ആ നെല്ലിൻ്റെ മണമൊക്കെ നമ്മളെ മൂക്കിലേക്ക് അടിച്ചു കയറും. നമ്മുടെ നാടിൻ്റെ അടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു സ്ഥലം ഉണ്ടായിട്ട് നിങ്ങളിങ്ങനെ വലിയ ദൂരമൊന്നും ട്രിപ്പൊന്നും പ്ലാൻ ചെയ്ത് പൈസ ഇല്ലാന്നോർത്തൊന്നും വിഷമിക്കരുത്. ഇതേ വയനാടിൽ നിന്ന് നേരെ വിട്ടോ മൈസൂർക്ക് പോകുന്ന വഴിക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ബ്യൂട്ടിഫുൾ കാഴ്ച കാണാം നമുക്ക്. வாசல் என் வாசல் உன் பூங்காவனம்